ഹായ്. അപ്പോൾ വീണ്ടും ചാമ്പ്യൻസ് ട്രോഫി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് കളി കഴിഞ്ഞു, സെക്കൻഡ് കളിയാണ് നാളെ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടാണ്. എനിക്കത് കഴിഞ്ഞ ദിവസം ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ്. ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് എന്തായാലും ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആ ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് ചാമ്പ്യൻസ് ട്രോഫി അടിക്കാവുന്നേ ഉള്ളൂ. അതായത് ഓപ്പണറായിട്ട് രോഹിത് ശർമ്മയും ഗില്ലും ഇറങ്ങുന്നു. അവർ രണ്ടുപേരും ക്വാളിറ്റി പ്ലെയേഴ്സാണ്. ലോകത്തുള്ള എല്ലാ ടീമിനെതിരെയും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനുള്ള ഹെൽപ്പ് രണ്ടുപേർക്കും ഉണ്ട്. അത്യാവശ്യം നിറച്ച് ഷോട്ടുകൾ രണ്ടുപേരുടെയും കയ്യിലുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഗില്ല് തെളിയിച്ചു. പിന്നെ രോഹിത് ശർമ്മേനെ അറിയാലോ, വലിയ കേസാണ്. പുള്ളിക്കെല്ലാം ഈസിയാണ്. വണ്ടൗണായിട്ട് ശ്രേയസ് അയ്യറിനെ ഓക്കെയാണ്. ശ്രേയസ് അയ്യർ എടുക്കുന്ന ഷോട്ടുകളൊക്കെ ഭയങ്കര രസകരമാണ്. രണ്ട് ഫുട് വർക്കും, ഫ്രണ്ട് ഫുട്ടിലും ബാക്ക് ഫുട്ടിലും നല്ല ബാലൻസ് ഉണ്ട്. മെയിനായിട്ട് പുള്ളി ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്ന ഷോട്ട് ബാക്ക് ഫുട്ടിൽ നിന്നിട്ട് സ്ട്രെയിറ്റിലേക്ക് ഒരു ലോഫ്റ്റഡ് ഷോട്ട് അടിക്കുന്ന പരിപാടി, അത് ഭയങ്കര രസമാണ്. ഭയങ്കര ഈസി ആയിട്ടാണ് ബോളർ പോലും ഇങ്ങനെ അതിശയപ്പെട്ടു പോകും. പക്ഷേ ആ പരിപാടി കഴിഞ്ഞ ദിവസം നടന്നില്ല. അത് ആ സെയിം ട്രാക്കിൽ തന്നെയാണ് അത് വിക്കറ്റും പോയത്. പിന്നെ കോഹ്ലിയുടെ കാര്യം ഞാൻ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. കോഹ്ലി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നതെന്ന് തോന്നുന്നു. കോഹ്ലി ശരിക്കും വിക്കറ്റ് കളയാണ്ടിരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. പണ്ട് ബാറ്റ് എവേ ബോഡി നല്ല രീതിയിൽ ബാറ്റ് എറിഞ്ഞ് കളിക്കുമായിരുന്നു. പുള്ളിക്ക് ബാറ്റ് അവിടെ ശരീരം എവിടെയാണെങ്കിലും വിഷയമില്ല. കാര്യം അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു ഓരോ ഷോട്ട് എടുക്കാനായിട്ട്. ആ ഷോട്ട് ഇംപ്ലിമെന്റ് എക്സിക്യൂട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ബോഡീനെയും കൂടി പുള്ളി ബാറ്റിന്റെ പുറകെ കൊണ്ടുപോവാണ്. കാര്യം ആ ഒരു സപ്പോർട്ട് കിട്ടാൻ, വെയിറ്റ്, അതായത് വിക്കറ്റ് പോകാണ്ടിരിക്കാൻ അത്രത്തോളം കോഹ്ലി ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ടെസ്റ്റിൽ പ്രാവശ്യം ഫെയിലർ ആയപ്പോൾ തന്നെ പുള്ളി മടുത്തെന്ന് തോന്നുന്നു. പുള്ളി ഒട്ടും പറ്റുന്നില്ല. ഒരു പണ്ട് ഈസി ആയിട്ട് കളിച്ചിട്ടിരുന്ന പല ഷോട്ടുകളും ഇപ്പോൾ എടുക്കാൻ തന്നെ പേടിയായി. പുള്ളി ബോഡീനെ കവർ ചെയ്ത്, അല്ലെങ്കിൽ ബാക്ക് ഫുട്ട്, അല്ലെങ്കിൽ ശരീരത്തിനെ കവർ ചെയ്ത് സപ്പോർട്ടായിട്ട് വെച്ചുകൊണ്ടാണ് പല ഷോട്ടുകളും ഇപ്പോൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൗണ്ടറികൾ അടിക്കാൻ തന്നെ പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നിലവിൽ പണ്ടത്തേക്കാൾ. അപ്പോൾ അതാണ് കോഹ്ലിയുടെ അവസ്ഥ. എങ്കിലും മിഡിൽ ഓർഡറിൽ കോഹ്ലി ഓക്കെയാണ്. പക്ഷെ അതിനുശേഷം വരുന്ന അക്ഷർ പട്ടേൽ നല്ലൊരു തീരുമാനമാണ്. അക്ഷർ പട്ടേലിനെയൊക്കെ ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോട്ട് ചെയ്ത് വിടുന്നത് അത് അക്ഷർ പട്ടേലിനെയൊക്കെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ കൂടിയാണ്. അതേപോലെ അതിനുശേഷം വരുന്ന രാഹുൽ ഓക്കെയാണ്. രാഹുലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ്, ക്വാളിറ്റി പ്ലെയറും കൂടിയാണ്. പിന്നെ ഹാർദിക് പാണ്ഡ്യ, മറ്റൊരു വിശ്വസ്തൻ. അപ്പം അങ്ങനെ വിശ്വസ്തന്മാരുടെ ഒരു നിര നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഒരേ സമയം അറ്റാക്ക് ചെയ്യാനും ഒരേ സമയം ഡിഫെൻഡ് ചെയ്യാനും കഴിവുള്ള കുറേ ബാറ്റ്സ്മാൻമാർ. പിന്നെ രവീന്ദ്ര ജഡേജ, എക്സ്പീരിയൻസ് ഉള്ള രവീന്ദ്ര ജഡേജ വരുന്നു. പുള്ളിയും നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് ബാറ്റിംഗ് ഉള്ള ഒരാളും കൂടിയാണ്. ഏത് ടീമിനെതിരെയും കളിക്കും, ഏത് സാഹചര്യത്തിലും ടീമിനെ പൊക്കിക്കൊണ്ടുവരാനൊക്കെ ഹെൽപ്പുള്ള ഒരാളാണ്. അപ്പം ഇങ്ങനെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര സ്ട്രോങ് ആണ്. കഴിഞ്ഞ ദിവസം ആ 4 വിക്കറ്റ് പോയിട്ടും വീണ്ടും കിടക്കുവാണ് ഇത്രയും ബാറ്റിംഗ് ആൾക്കാർ. അത് നല്ലൊരു സംഭവമാണ്. 50 ഓവർ, ഒരു 50 ഓവർ ഗെയിം, ഒരു ഏകദിന ഗെയിമിൽ ഇങ്ങനെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് എന്തായാലും അടിപൊളിയാണ്. പിന്നെ ബോളറായിട്ട് നമുക്ക് ഷമി ഹൈ ഫോമിൽ നിൽക്കുന്നതാണ്. പരിക്ക് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. അക്ഷർ പട്ടേൽ സ്പിന്നറാണ്. ശ്രേയസ് അയ്യർ ബോൾ ചെയ്യണതാണ്. വേണ്ടി വന്നാൽ ഗില്ലിന് അറിയാൻ പറ്റും. ഹാർദിക് പാണ്ഡ്യ അറിയുന്നുണ്ട്. രവീന്ദ്ര ജഡേജ അറിയുന്നുണ്ട്. പിന്നെ നമ്മുടെ കുൽദീപ് യാദവ്, മെയിൻ സ്പിന്നർ കുൽദീപ് യാദവ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സംഭവം ഓക്കെയാണ്. ഇന്ത്യയുടെ ലൈനപ്പ് ഒക്കെ ഓക്കെയാണ്. ബുംറയും കൂടി ഉണ്ടെങ്കിൽ ലൈനപ്പ് കുറച്ചും കൂടി സ്ട്രെങ്ത് ആണ്. ഈ ലൈനപ്പ് തന്നെ വേണമെങ്കിൽ വേൾഡ് കപ്പിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൈനപ്പാണ്. ഇപ്പോൾ ഇതിനകത്ത് ഋഷഭ് പന്തിനെ പറ്റിയൊക്കെ ആൾക്കാർ പറയും. ഋഷഭ് പന്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല ശരിക്കും. കാര്യം രാഹുൽ കീപ്പറായിട്ടുണ്ട്. രാഹുൽ എന്തായാലും പന്തിനേക്കാളും ഒരു ടാലൻ്റുള്ള കളിക്കാരൻ തന്നെയാണ്. അപ്പോൾ ഒരു ബാറ്റിംഗ് ഓർഡറിൽ പ്രത്യേകിച്ച് റൈറ്റ് ഹാൻഡറാണ്, ക്വാളിറ്റി പ്ലെയറാണ്. ഏത് ബോളേഴ്സിനെ നേരിടാനുള്ള കരുത്തും കപ്പാസിറ്റിയൊക്കെ പുള്ളിയുടെ ബാറ്റിങ്ങിലുണ്ട്. അപ്പോൾ ഇത്രയാണ് സംഭവം. എനിക്ക് കോഹ്ലി ഇത്രയും ബുദ്ധിമുട്ടുമ്പോൾ കാണുന്നത് ശരിക്കും ഞാൻ ആലോചിക്കും, സച്ചിനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് പോകുമായിരുന്നു. ഒരേ സമയം രോഹിത് ശർമ്മയും ഒരേ സമയം കോഹ്ലിയായിട്ട് ബാറ്റ് ചെയ്യാൻ സച്ചിന് പറ്റും. സച്ചിന് അത്രയും എവേ ബോഡി, ഇപ്പോൾ രോഹിത് ശർമ്മയാണ് പോലെ എവേ ബോഡി നല്ല രീതിയിൽ ബാറ്റ് എറിഞ്ഞ് കളിക്കാൻ, അല്ലെങ്കിൽ കട്ട് ഷോട്ടുകൾ ഓഫ് ടെമ്പിലേക്ക് എടുക്കാൻ രോഹിത് ശർമ്മയ്ക്ക് നിസ്സാര സമയം മതി. അല്ലെങ്കിൽ അത്രയും കപ്പാബിലിറ്റി ഉണ്ട് പുള്ളിക്ക്. പക്ഷേ കോഹ്ലി ഇപ്പോൾ ആ ക്ലോസ് ടു ബോഡി ബാറ്റ് വെച്ചിട്ടാണ് കൂടുതലും ബാറ്റ് ചെയ്യണത്. ഡിഫെൻസീവാണ് കൂടുതലും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോഹ്ലിക്ക് ഫ്രീ ആയിട്ട് ഷോട്ട് കളിക്കാൻ തന്നെ പേടിയാവുന്നു. എനിക്കതാണ് കോഹ്ലിയുടെ പല കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിലായത്. ഈ കോഹ്ലിയുടെ ഒരു പ്രത്യേകത നമ്മൾ പണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോഹ്ലി ഒരു 50 റൺസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പണി പുള്ളി ആ ക്രീസിൽ എടുക്കുന്നുണ്ട്. കൂടുതലും ഡ്രൈവ് ഷോട്ടുകളായിരിക്കും. നല്ല രീതിയിൽ റൺസ്, സിംഗിൾസും ഡബിൾസും ഓടിയാണ് പുള്ളി എടുക്കുന്നത്. ഭയങ്കര രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്. അതേപോലെ എന്താ പറഞ്ഞേ, പുള്ളിയുടെ ഒരു വാഗൺ വീല്, ഒരു 50 റൺസ് എടുത്താൽ പോലും അതിൻ്റെ ഒരു വാഗൺ വീല് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലേക്കും ഇത്ര പെർസെൻറ്റേജ് റൺസ് സ്കോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ ഏരിയയും യൂസ് ചെയ്ത് വളരെ കഠിനാധ്വാനം ചെയ്ത് വരുന്ന ഒരു ബാറ്റിംഗ് ശൈലിയാണ് കോഹ്ലിൻ്റെത്. ഞാനിപ്പോൾ ഇതിനു പറഞ്ഞിട്ടുണ്ട്. കോഹ്ലി ശരിക്കും ആ ഫിറ്റ്നസ്, പുള്ളി ആ 6 പാക്ക് 8 പാക്ക് ബോഡി ഫിറ്റ്നസ് ആക്കിയത് കൊണ്ട് ഒത്തിരി ഗുണം കിട്ടിയ ഒരു കളിക്കാരൻ കൂടിയാണ് കോഹ്ലി. ഫിറ്റ്നസ് തൻ്റെ ബാറ്റിങ്ങിനെ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്ത വേറൊരു കളിക്കാരൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര സപ്പോർട്ട് തന്നെയാണ്. കോഹ്ലി ഒരു വിരമിച്ചതിനൊക്കെ ശേഷം ചിലപ്പോൾ
കുറച്ച് ഫിറ്റ്നസ് നോക്കാണ്ടൊക്കെ ഒരവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ പുള്ളിനെ വീണ്ടും ഇതേപോലെ ഗെയിമിലേക്ക് വിളിക്കുകയാണെങ്കിൽ പുള്ളി ശരിക്കും അട്ടർ ഫ്ലോപ്പ് ആകാൻ സാധ്യതയുള്ള കളിക്കാറുണ്ട്. കാര്യം പുള്ളിയുടെ ഫിറ്റ്നസ്സിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു കരിയറിനെ. അതേസമയം രോഹിത് ശർമ്മയാണെങ്കിൽ ഒരു വിഷയമില്ല, ഇപ്പം തന്നെ വണ്ണമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ വയറൊക്കെ ചടിച്ചിരിക്കുവാണെങ്കിൽ പോലും പുള്ളിയുടെ ബാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഇപ്പോൾ കളിക്കാൻ പോലെ അന്നും കളിക്കും. എന്ന് പറഞ്ഞാൽ ബാലൻസിങ്ങിൽ ഒരു പ്രശ്നം വന്നാലും പുള്ളിയുടെ സ്കില്ല് കളിക്കാനുള്ള ഷോട്ടുകളെ കണക്ട് ചെയ്യാൻ, ബോളിനെ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. പുള്ളി ഒരു ഹൈലി ടാലൻറ്റഡ് പ്ലെയറാണ്. മറ്റവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് വരുമ്പോൾ പുള്ളി ജന്മന ഒരു പ്രത്യേക ടാലൻ്റ് ഉണ്ട്, ഒരു താളമുണ്ട് പുള്ളിയുടെ കാര്യങ്ങൾക്ക്. പുള്ളിയുടെ താളം, ഒരു റിതം എന്ന് പറയുന്നത് സ്ലോ ഇതിൽ തോന്നിക്കുമെങ്കിലും അത് ഹൈ പവർഫുൾ ആണ് ആ ഒരു റിതം. അത് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആണ് പുള്ളി. ഞാൻ പറഞ്ഞു വന്നത് സച്ചിൻ ഈ രണ്ടുപേരെയും കൂടി ചേർത്തിട്ടുള്ളതാണ്. സച്ചിൻ അതേ ബാറ്റിനെ സ്വിങ് ചെയ്ത് ഉപയോഗിക്കാനും അറിയാം, എന്ന് പറഞ്ഞാൽ റെസിസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനും സച്ചിൻ അറിയാം. കോഹ്ലി ഇപ്പോൾ കൂടുതലും റെസിസ്റ്റ് ചെയ്താണ് ബാറ്റിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രോഹിത് ശർമ്മ സ്വിങ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്, റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പറയാനുള്ളത്. അപ്പോൾ നാളത്തെ സാധ്യത എന്ന് പറയുന്നത് നമുക്ക് തന്നെയാണ് സാധ്യത. നമ്മളങ്ങോട്ട് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ടീം എന്ന് പറയുന്നത് പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ഇതിന് മേലെ കളിക്കാനുള്ള ആൾക്കാരെ, അതിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീമൊന്നും വേറെ നിലവിലില്ല. പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ച് നമ്മൾ മടി പിടിച്ച് കളിക്കുമ്പോഴൊക്കെ ഉള്ളൂ നമ്മൾ പലപ്പോഴും തോക്കാറുള്ളൂ. പിന്നെ ചില നോക്കൗട്ട് ഗെയിമുകളിൽ ഓസ്ട്രേലിയ കയറിയ നമുക്കൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ. അപ്പോൾ നാളത്തെ കളി എന്തായാലും 1 മണിക്കാണ് ഇന്ത്യൻ ടൈം 2:30 UAE ടൈം 1 മണിക്ക് UAE വെച്ചിട്ടാണ് കളി വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് തന്നെയാണ് വിജയ സാധ്യത എന്ന് തോന്നുന്നു. ഓക്കെ, എന്നാൽ ബൈ.